അവനെ ഒന്ന് വിളിക്കാം. ഹലോ ഹലോ. ഹലോ അളിയാ, നീ എവിടെടാ? ഞാൻ ഹോസ്പിറ്റലില്. അയ്യോ, എന്ത് പറ്റി? അയ്യോ ഒന്നും പറ്റിയതല്ല, ഞാൻ പപ്പിയെ കൊണ്ടുവന്നതാ. പപ്പിയോ? അതാര്? ഇവിടെ പപ്പി അറിഞ്ഞൂടെ? ഞങ്ങളുടെ പപ്പി. നിങ്ങളുടെ പപ്പിയോ? എനിക്കറിയില്ല. ഇവിടെ ഞാനും അവളും കൂടെ പുന്നാരിച്ച് വളർന്ന പപ്പിയെ നിനക്ക് അറിഞ്ഞൂടാ? ഓ, ആ പട്ടി. പട്ടിയാ? പിന്നല്ലാതെ. ഇതെങ്ങാനും എന്റെ ഭാര്യ കേട്ട് കഴിഞ്ഞാൽ അവൾ എന്നെ അന്നേരം ഡിവോഴ്സ് ചെയ്യും. എന്റെ കൂട്ടുകാരനാണ് നീയും കൂടെ അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് 20 ദിവസം വരെ അവൾ പിണങ്ങി കിടക്കും, അറിയാമോ? ആണോ? ആ, അപ്പൊ അളിയാ ഞാൻ വിളിച്ചത് ഞാൻ ഇത്തിരി താമസിച്ചേ വരുള്ളൂ. ഓ, ഒന്നുമല്ല, ഈ പട്ടിയെ ഒന്ന് കൊണ്ടുപോയിട്ട് അതിന്റെ ഒന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് സെറ്റാക്കി എടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അളിയ എന്റെ അടുത്ത് തോന്നല്ലേ അളിയാ ഞാൻ ഇത്തിരി വൈകും? ഇല്ല, നീ പപ്പിയുടെ അപ്പിമാരി അവിടെ നടന്നു. ഞാൻ വേറെ ആളിനെ വിളിച്ചോണ്ട് പോയിക്കോളാം. അളിയ ഹലോ. ശരി. വച്ചിട്ട് പോയി. ഹലോ മിസ്റ്റർ രാജീവ്. ഹലോ. കൺഗ്രാചുലേഷൻസ്. എന്തിനാന്ന് പറഞ്ഞില്ല. നിങ്ങളുടെ പപ്പി ഗർഭിണിയാണ്. താങ്ക് യു. അയ്യേ അയ്യേ, പപ്പി ഗർഭിണിയാ? അതിന് എനിക്ക് കൺഗ്രാജുലേഷൻ തരുന്നത്. അയ്യോ 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 ഗർഭിണിയാ? അതെങ്ങനെ സംഭവിച്ചു? അതെങ്ങനെ സംഭവിച്ചത്? എല്ലാ പട്ടിക്കും അങ്ങനെ സംഭവിച്ചത് അതുപോലെ അങ്ങനെ സംഭവിച്ചു. ഇപ്പൊ ഞാൻ എന്നാ പറയാൻ? അങ്ങനെ സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ലെന്ന്. ഇത് എന്നാ വർത്തമാനമാണ് പറയുന്നത്? പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഇത്. അതാണോ പറഞ്ഞത്? പിന്നെ എന്റെ പപ്പി. അയ്യോ എനിക്ക് ടെൻഷൻ. അയ്യോ എന്റെ ദൈവമേ, ഞാൻ എന്തോ ചെയ്യും? ദൈവമേ എനിക്ക് ശക്തി തരണേ. ഞാൻ അതല്ല പറഞ്ഞത്. ഞങ്ങളുടെ പപ്പി ഇല്ലേ, ഞങ്ങളുടെ പപ്പി വീട്ടിന്റെ പുറത്തോട്ട് അങ്ങനെ ഇറങ്ങാറില്ല. ഓരോത്തിനും മതിൽ വരെ കെട്ടിയിട്ടുണ്ട് വീട്ടിന്. എന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ കൂടെ ഈ പട്ടി പുറത്തോട്ട് ഇറങ്ങാറുള്ളൂ. എന്തിന്? ഇന്ന് രാത്രി അവളെ കൂടെ കിടന്നുറങ്ങുകയാണെങ്കിൽ പട്ടി സാധാരണ എന്റെ കൂടെ കിടന്നുറങ്ങാറ്. അതല്ലേ? അപ്പൊ പട്ടിക്ക് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. പിന്നെ ഇത് ഇങ്ങനെ സംഭവിച്ചു. പോരാത്തിന് എന്റെ ഭാര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? ഈ പപ്പിയെ മലേഷ്യയിലുള്ള ഒരു ബ്രീഡിനെ കൊണ്ടുവന്ന് ക്രോസ് ചെയ്യിക്കണമെന്ന്. മലേഷ്യയിലുള്ള ഒരു ബ്രീഡ് ഇവിടെ വന്ന് ക്രോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പട്ടി റോഡ് ക്രോസ് ചെയ്ത് എങ്ങോട്ടോ പോയി. അങ്ങനെയായിരിക്കും ഇത് സംഭവിച്ചത്. എനിക്ക് എന്റെ കൈയും കാര്യം ഓടുന്നില്ല ഡോക്ടർ. ഒരു കാര്യം ചെയ്യട്ടെ, ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ വേറെ ഏതെങ്കിലും പട്ടിയെ നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന സമയത്ത് നിങ്ങൾ വീട്ടിലകത്തിരുന്ന് ഫുഡ് കഴിച്ച് അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പട്ടിയും ആ വന്ന പട്ടിയും നേരെ അപ്പുറത്തോട്ട് പോയി. അങ്ങനെ സാധ്യതയില്ല. കാര്യം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ പപ്പിയെ കൊണ്ട് ഞങ്ങൾ റൂമിലാക്കും. എന്നിട്ടാണ് ആൾക്കാരോട് സംസാരിക്കാറ്. അതുകൊണ്ട് അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെ വരാൻ വഴിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പട്ടിയായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും പുറത്തു പോയിട്ടുണ്ടോ? പുറത്ത് പോയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, എപ്പോഴെങ്കിലും പുറത്ത് പോയിട്ടുണ്ടാവും? ഉണ്ട്, ഒരു പ്രാവശ്യം ഉണ്ട്. ATM-ന്ന് പൈസ എടുക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ഈ പപ്പിയും കൊണ്ട് നേരെ ATM-ന്റെ ഫ്രണ്ടിലോട്ട് പോയി. അവിടെ ചെന്നൊരു കമ്പിയിൽ അങ്ങ് കെട്ടിയിട്ട് ആൾക്കാർ കയറുന്ന ATM-ലെ പപ്പിയെ കൊണ്ട് കയറാൻ പറ്റൂ. ഞാൻ കയറി പൈസ എടുത്തിട്ട് തിരിച്ചു വന്നപ്പം തൊടലി കിടന്നിടത്ത് പട്ടിയെ കാണാനില്ല. ഇല്ല, പട്ടി ഒരു ഒറ്റ ഓട്ടം. എങ്ങോട്ട് പോയി? ചന്തക്കകത്തോട്ട്. ഏത് ചന്ത? നെട്ടൂർ ചന്ത. എന്റെ ദൈവമേ, നെട്ടൂർ ചന്തയാ? കടാകടിയന്മാരായ എത്രയോ പട്ടികൾ വാഴുന്ന നെട്ടൂർ ചന്തയിലോട്ടാണോ നിങ്ങളുടെ പട്ടി കയറിപ്പോയത്? നിങ്ങളുടെ പട്ടിയുടെ അവസ്ഥ എന്താണെന്നറിയോ? എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ ഡോക്ടർ. എന്റെ കൈകാര്യം ഓടുന്നില്ല. ഏകദേശം 2 മാസം മുമ്പാ സംഭവിച്ചത്. 2 മാസം മുമ്പ്? 2 മാസം മുമ്പെന്ന് പറയാൻ നേരത്ത് ആഗസ്റ്റ്, സെപ്റ്റംബർ, കന്നിമാസം. അതെ, പട്ടികളുടെ വളഞ്ചേസ്റ്റ്. അപ്പൊ നിങ്ങളുടെ പട്ടി മനഃപൂർവ്വം പോയതാണ്. കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഡോക്ടർ, എന്റെ ഭാര്യ ഇത് അറിയരുത്. ഭാര്യ അറിഞ്ഞ ഭയങ്കര വിഷയം. ഒന്നാമത് അവള് ഗർഭിണിയാവണമെന്ന് പറയാൻ തന്നെ അവൾ എന്റെ അടുത്ത് ചാടിക്കടിക്കാൻ പറ്റും. അപ്പോഴും അവള് വളർന്ന പട്ടി ഗർഭിണിയാവണമെന്ന് പറയും. എന്തോ പറയാനാണ് ഇതിന്റെ പൊന്നു ഡോക്ടറല്ലേ, നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് തരണം. അല്ല, സെറ്റ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ലല്ലോ, എന്റെ വെറൈറ്റി ഡോക്ടർ അല്ലേ? വെറൈറ്റി ഡോക്ടർ? മറ്റേ പട്ടിയൊക്കെ നോക്കുന്ന വെറ്റിനറി ഡോക്ടർ. അതാണ് ഇവിടുത്തെ വിഷയം. അതല്ല ഇവിടുത്തെ വിഷയം. അതൊന്നും ശരിയാക്കി. Shut up your bloody mouth. ഈ സ്തംഭനകുമാർ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഈ സ്തംഭനകുമാറിന്റെ മുഖത്തൊക്കെ എന്ത് വൃത്തികെട്ട ഭർത്താവാണ് പറയുന്നത്. എന്താ? എനിക്കൊരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് വിട്ട് ഞാൻ പെരുമാറാറില്ല. ആ എത്തിക്സ് അവിടെ വെച്ചോ, അത് ഞാൻ ചോദിച്ചില്ലല്ലോ. അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ ഈ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവൻ ഇല്ലാതാക്കുന്ന ഒരു പരിപാടിക്ക് ഞാൻ കൂട്ടു നിൽക്കത്തില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യ വരാൻ നേരത്തെ ഞാൻ അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാം. കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് എന്താണ് കാര്യങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതാണ് വേണ്ടത്. ഒന്നും വേണ്ട, ഭാര്യ വരുമ്പോൾ ഇതൊന്ന് അറിയിക്കായിരുന്നാ മതി. അത് ഞാൻ അതിൻ്റെതായ രീതിയിൽ ഞാൻ ഡീൽ ചെയ്ത് വിട്ടോളാം. അല്ല, അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ ഡീൽ ചെയ്ത് പറഞ്ഞത് എങ്ങനെയാ? എന്റെ ഒരു പ്ലാൻ ഉണ്ട്. എന്തുവാ? ഓടുന്ന പട്ടിക്ക് 1 മുഴം മുമ്പേ. ഇതൊക്കെ ദൈവം കൊടുത്തതല്ലേ, അതിന് നീ എന്തിനാ അതിനകത്ത് കയറി പിടിക്കാൻ പോണത്? അതാണ് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി. എന്റെ പട്ടി എന്റെ ഭാര്യ വരുമ്പോൾ ബാക്കിയല്ല ഞാൻ അത് സംസാരിച്ച് തീർത്തോളാം. എന്നാ പിന്നെ ഒരു കാര്യം, ഞാൻ അകത്ത് പോയി പോയിട്ട് വരാം. അവിടെ ഒരു പിന്നെ പൊമറേനിയൻ പട്ടിന് ക്യൂടെക്സ് അടിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ പോയിട്ട് വരാം. ഓക്കെ? എന്റെ ദൈവമേ, അവള് വരുമ്പോ ഞാൻ ഇനി എന്തോ പറയും. എന്തോ എന്താ സുഹാസിനി താമസിച്ചത്? അയ്യോ, ഒന്നും പറയട്ടെ, എന്തോ ഒരു തിരക്ക ടൗണില്. ഞാനാണ് ഈ പട്ടികളുടെ പ്രീ ഡിഗ്രി മേടിക്കാൻ പോയതാ. പ്ലസ് ടു പോലും ജയിക്കാത്ത നീയോ? പെഡിഗ്രി മേടിക്കാൻ പോയതാ.
നമ്മുടെ പപ്പിയുടെ ക്ഷീണത്തെ പറ്റി ഡോക്ടർ എന്ത് പറഞ്ഞു? അയ്യോ പപ്പിയുടെ ക്ഷീണത്തെ പറ്റി ഇപ്പൊ ഒന്ന് പറഞ്ഞിട്ട് പോയി. എന്താ പറഞ്ഞ്? കാലാവസ്ഥയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓ. പോരാത്തിന് പപ്പിക്ക് നല്ല ക്ഷീണം. ഓ. 2 ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്നാ ഡോക്ടർ പറഞ്ഞത്. പിന്നെ മലേഷ്യന്ന് ആ ബ്രീഡിന്റെ ആൾക്കാർ വിളിച്ചായിരുന്നു നാളെ വന്ന് ക്രോസ് ചെയ്യാമെന്ന്. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. പപ്പിയാണെങ്കിൽ ആകെ മൊത്തം ക്ഷീണത്തിലും അതിന്റെ ഇടയിൽ കൂടെ ഇതുകൂടെ താങ്ങൂല. അതുകൊണ്ട് വെറുതെ പോയി കിടന്നോട്ടെ. വേണ്ടല്ലേ? ആ, കിടന്നോട്ടെ. അപ്പൊ ഒരു 2 ആഴ്ച കഴിഞ്ഞ് മതി എന്ന് മതി, 2 ആഴ്ച കഴിഞ്ഞ് മതി. മതിയോ? മതി. സുഹാസിനി, എന്തോ? ഞാനൊരു കാര്യം ചോദിച്ചാൽ സുഹാസിനി എന്റെ അടുത്ത് ദേഷ്യപ്പെടുവോ? ഇല്ല പറ. ദേഷ്യപ്പെടുവോ? ഇല്ല പറ. അതോ ഞാൻ ഇനി ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ആ. പെറ്റി കിടക്കുന്ന പട്ടിയുടെ അടുത്ത് കുട്ടി എടുക്കാൻ പോകുമ്പോ കിടന്ന് ചാടി കടിക്കൂല, അതുപോലെ ഞാൻ ചാടി കടിക്കൂ? ഇല്ല പറ. ഓക്കെ. ഉദാഹരണത്തിന് ആ. നമ്മുടെ പപ്പി പ്രസവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ആ. അതിലുണ്ടാവുന്ന കുട്ടി ആ. ഒരു നാടൻ പട്ടിയാണെങ്കിൽ സുഹാസിനി സ്വീകരിക്കൂ? കൊരക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞു. അത് വിട്. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല. നമ്മുടെ പപ്പിക്ക് ഒരു കൂട്ടായിട്ട് ഒരു നാടൻ പട്ടിയും കൂടെ ഉള്ളത് നല്ലതല്ലേ? No, never. എനിക്ക് നാടൻ പട്ടീനെ ഇഷ്ടമല്ല. സംഭവം എന്നാ അറിയാമോ? നമ്മള് രാത്രി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ ഒരു 12-1 മണിയാവുമ്പോ ഈ നാടൻ പട്ടി ആണെങ്കിൽ ഊരിയിടും. ചൂടല്ലേ, കാലാവസ്ഥ. ഞാൻ ഊരിയിടൂലേ? ഓരിയിടും. ആ. പക്ഷെ ഫോറിൻ പട്ടി ഓരിയിടും. പക്ഷെ അത് കേൾക്കാൻ നമുക്കൊരു ഇംഗ്ലീഷ് പാട്ടിന്റെ ഫീലാ. എങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? ഇനി എനിക്ക് കുറച്ച് പഞ്ചവർണ്ണ തത്തയും കുറെ കിളികളെ കൂടെ എനിക്ക് വളർത്തണം. ഇനി അതിനന്വേഷിച്ച് അത് മൈന വരാൻ പോണാന്ന് തോന്നുന്നു. പിന്നെ ഉണ്ടല്ലോ മറ്റേ പട്ടി ഉണ്ടല്ലോ, മറ്റേ ഈ പാളയംകോടൻ പട്ടി. പാളയംകോടൻ പട്ടിയാ? പട്ടി കടിച്ച പോലെ നല്ല പൊക്കമുള്ള അത് രാജപാളയം പട്ടി. അതിനെ പിന്നെ നിനക്കറിയാലോ, ആ. എനിക്ക് പെറ്റ്സ് എന്ന് വെച്ചാൽ ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ്. ആ പെറ്റിന്റെ കാര്യത്തിന്റെ ഇടയിൽ പെറ്റി വളർത്തുന്ന കാര്യം കൂടെ ഒന്ന് മനസ്സിട്ടേക്കണേ. ചിഞ്ചു പരിസരം. സോറി സുഹാസിനി. എന്താ ഫോണിൽ തപ്പുന്നത്? അല്ലേ, കുറച്ച് പേർഷ്യൻ കാറ്റിന്റെ പുതിയ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. ഓക്കേ. പറഞ്ഞില്ല. എങ്ങനെ പറയും? പറയാൻ ചെന്നപ്പോ ചാടി കടിക്കാൻ നിൽക്കുക. പിന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല. പിന്നെ ഞാൻ അകത്ത് പോയില്ലേ, ആ. അകത്ത് പോയി വെറുതെ ഇരുന്ന സമയത്ത് ഞാനൊന്ന് ചുമ്മാ സ്കാൻ ചെയ്ത് നോക്കി. ആ. നിങ്ങളുടെ ഈ പപ്പയില്ലേ, ആ. വാട്ട് എ മിറാക്കിൾ. എന്തൊരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചതറിയോ? ഗർഭമില്ലേ? ഗർഭമുണ്ടെന്ന്. പിന്നെ സാധാരണ ഒരു പട്ടിയുടെ വയറ്റിൽ എങ്ങനെ വന്നാലും ഒരു 8-9 കുഞ്ഞുങ്ങൾ കാണും. ആ. നിങ്ങളുടെ ഈ പപ്പയുടെ വയറ്റിൽ 17 കുഞ്ഞുങ്ങളാണുള്ളത്. 17. നെട്ടൂര് ചന്ത മൊത്തവും നിരങ്ങിയോ? നെട്ടൂര് ചന്ത മൊത്തവും കിടന്ന് നിരങ്ങിയോ എന്നെ പറയിപ്പിക്കാനായിട്ട്? 1-2 ആണെങ്കിൽ അവളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം. 17 നാടൻ പട്ടിയെ ഞാൻ എങ്ങനെ എടുത്തിട്ട് നോക്കുന്ന? സെക്കൻഡ്, നിങ്ങളുടെ വൈഫിന് ഞാൻ ഈ പട്ടിയിൽ പറയല്ലേ, മറ്റൊന്ന് പറയാൻ പറ്റത്തില്ല. ഹലോ മാഡം, ഹായ് ഡോക്ടർ. നിങ്ങളുടെ പപ്പിക്കുട്ടി. അയ്യോ ചിച്ചിരി പാവേ തക്കുടൂ, എന്തുടാ മോറ്റ് സങ്കടം. ഡോക്ടർ കുറ്റി വെച്ചോടി. സങ്കടപ്പെടില്ലേ പാവേ. നമുക്ക് മൂക്ക് മുട്ടിക്കാം. മമ്മിയുടെ മൂക്കിൽ മുട്ടിക്ക്. ഇഞ്ചക്ഷൻ എടുത്തായിരുന്ന? പട്ടിക്കെടുത്തായിരുന്നു. അല്ല, വൈഫിന് എടുത്തായിരുന്നു. ഇത് മറ്റേ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. വൈഫിനോ? അല്ല, പട്ടിക്ക്. എന്തോ ഇത്? മുട്ടിക്കട്ട കള്ള. എറിയട്ടെന്ന് കലങ്ങട്ടെ. അയ്യല്ല, എന്റെ പട്ടീനെ ഞാൻ എറിഞ്ഞ എന്തോ കുഴപ്പം? അതല്ല, ഈ മാസത്തിൽ എറിയരുത്. ഈ മാസത്തിലാണ് എന്റെ പപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊലി. അതായത് ഈ മാസത്തിൽ കുളിക്കരുത്. എന്താ കുഴപ്പം? ഇതാണ് മാസം, മെയ് മാസം. മെയ് മാസത്തിൽ കുളിക്കാൻ പറ്റത്തില്ല. എന്താ കുഴപ്പം? മെയ് മാസത്തിൽ മെയ് അനകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോറി. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് കഴിക്കുന്നത്? ഞാൻ ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട. രാവിലെ 1 കിണ്ണം പഴകഞ്ഞ അടേച്ച് ഞാൻ കേട്ടു. തിന്നിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഈ പപ്പിക്ക് നിങ്ങൾ എന്താ കഴിക്കാൻ കൊടുക്കുന്നത്? പപ്പിക്ക് ഞാൻ കൊടുക്കുന്നത് രാവിലെ ബീഫ് കൊടുക്കും, ലഡി ചിക്കൻ കൊടുക്കും, മീൻ കൊടുക്കും, കപ്പ കൊടുക്കും. അല്ല, ഇതൊന്നും അല്ല ഇപ്പൊ കൊടുക്കേണ്ടത്. പിന്നെ 3 നേരം മസാല ദോശ. മസാല ദോശയോ? പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ് വേണ്ടത്. പിന്നെ ഏതെങ്കിലും 2 നേരം പച്ചമാങ്ങ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പപ്പിക്ക്? പിന്നെ പപ്പിക്ക് പച്ചമാങ്ങ കൊടുക്കണം. പൈനാപ്പിൾ കൊടുത്താലോ? പൈനാപ്പിൾ വേണ്ട. കൂടിക്കെട്ടെന്ന് കലങ്ങണേ. പൈനാപ്പിൾ വേണ്ട. പപ്പായ കൊടുക്കാം. പപ്പായ ആ. പട്ടിക്ക് കൊടുക്കണ്ട. പിന്നെ ഇവന് കലക്കിക്കൂടെ, അതായിരിക്കും നല്ലത്. ആണോ? പിന്നെ അതിന്റെ അത് മാറട്ടെ. ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. രാവിലത്തെ വെയില് ആ.
വെയില് നല്ല രീതിയിൽ കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും. അത് നിന്റെ കാര്യത്തിന് അതായത് മലത്തി കിടത്തി കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞ നിറം മാറി കിട്ടും. മഞ്ഞ നിറം മാറും. പിന്നെ കറക്റ്റായിട്ട് കൊള്ളും. പിന്നെ അയ്യോ. കുന്തിരിക്കം ഉണ്ടല്ലോ, കുന്തിരിക്കം ഒരു ഇതിനകത്ത് കത്തിച്ചിട്ട് ഈ ഇതിനകത്ത് മൊത്തം ഇങ്ങനെ ചുറ്റും ഒന്ന് പുക കൊള്ളിക്കുന്നത് നല്ലത്. അതെന്തിനാ? അത് നല്ലതാണ്, ഇപ്പോഴത്തെ ഇതിൽ വേണ്ടതാണ്. ആണോ? പിന്നെ? തിരുവാവേ അമ്മച്ചി എല്ലാം ചെയ്തു തരാം. നാളെ നിന്നെ ഞാൻ കുന്തിരിക്കത്തിനകത്ത് ഇട്ട് പുകയ്ക്കും. അയ്യടാ കണ്ടില്ലേട്ടോ, ഇങ്ങനെ സ്നേഹിക്കുന്ന ഇവളടുത്ത് ഞാൻ എങ്ങനെ പറയും അവളെ പപ്പി പിഴച്ചെന്ന്? എന്നെ കൊണ്ട് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നു. നിങ്ങൾ പേടിക്കണ്ട, ആര് സഞ്ചരിക്കാത്ത ഒരു വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കും. ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തന്നിരിക്കും. കൊഞ്ചിക്കുവാണ് അവരുന്നുണ്ട്, കൊഞ്ചിക്കുവാണ്. ഈ കൊഞ്ചലാണ് വേണ്ടത്. അതെ, റെസ്റ്റ് ആണ് വേണ്ടത്. അതെ അതെ അതെ, റെസ്റ്റ് നന്നായിട്ട് കൊടുക്കണം. റെസ്റ്റ് കൊടുക്കാം. ആ റെസ്റ്റ് കൊടുക്കണം, വേറെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പാടില്ല. നാളെ എനിക്കൊരു യാത്രയുണ്ട്. എന്തോന്ന്? നാളെ ഡോഗ് ഷോയ്ക്ക് വളയത്തിന്റെ അകത്ത് കൂടെ ചാടിക്കാൻ പോണം. ആരാ? പട്ടീനെ. ഇവർക്ക് ഇത് എന്തോന്നിന്റെ എന്താ? ഈ പട്ടിയെ കൊണ്ട് വളയത്തിനകത്തിട്ട് ചാടിക്കണോ? ചാടട്ടെ, കലങ്ങണേ കലങ്ങട്ടെ. വളയത്തിനകത്തിട്ട് ചാടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്നെ കുഴപ്പം, എന്റെ പപ്പിയല്ല ചാടുന്നതാണ് ഡോക്ടർക്ക് എന്നെ കുഴപ്പം. എന്റെ പപ്പി ഡോഗ് ഷോയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളതാണ്. എന്തായാലും ചാടും. അങ്ങനെ ചാടുവാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ടെന്ന്. എന്നെ പ്രശ്നമുണ്ട്. 17 പപ്പികളുടെ അമ്മയാണ് നിങ്ങളുടെ ഈ പപ്പി. ആര്? നിങ്ങളുടെ പപ്പി ഗർഭിണിയാണെന്ന് ഇതിനെ കൊണ്ട് ചാടിക്കാൻ നിൽക്കുവാണ് നിങ്ങളപ്പ. You cheat. You cheat. You cheat. ഞാനല്ല നെട്ടൂരിനെ എന്നെ പറ്റിച്ചത്. ചതിച്ചു. എന്നെ ചതിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെ സംഭവിച്ചു? ഈ അവിഹിത എവിടെ വെച്ച് സംഭവിച്ചു? പറ. നെട്ടൂര് മാർക്കറ്റ്. എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള കളിയാണല്ലേ? രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുള്ള കളിയാണല്ലേ? രണ്ടുപേരും കൂടെ കൂടി എന്നെ ചതിച്ചു. പപ്പി, നിനക്കെങ്ങനെ മനസ്സ് വന്നടി? നിനക്കെങ്ങനെ മനസ്സ് വന്നു? നോക്ക്, ഞാൻ അങ്ങനെയാണോ നിന്നെ വളർത്തിയത്? എങ്ങനെയാ ഞാൻ നിന്നെ വളർത്തിയത്? അനിമൽ പ്ലാനറ്റ് കാണുമ്പോ 2 പട്ടികളുടെ പടം വന്നു കഴിഞ്ഞാൽ ഇവക്കടെ കണ്ണി ഞാൻ പൊത്തിപ്പിടിക്കും, വഴി തെറ്റി പോവാതിരിക്കാൻ. എന്നിട്ടും നീ എന്നെ ചതിച്ചു. നീ എന്നെ ചതിച്ചു. പപ്പി, നീ പൊക്കോ, നീ പൊക്കോ. എവിടാന്ന് വെച്ചാ പോ. നെട്ടൂരോ മാർക്കറ്റിലോ എവിടെ പോ. എനിക്ക് നിന്നെ കാണണ്ട. എനിക്ക് നിന്നെ കാണണ്ട. എന്റെ സുഹാസിനി, എന്താ? ഞാൻ ഒരു കാര്യം പറയാം. ഈ കിടക്കുന്ന നിന്റെ പപ്പി, അതിന്റെ വയറ്റില് ഒരു ജീവനുണ്ട്. നമ്മളായിട്ട് അതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും ഒക്കെ പോകും. 17 ജീവൻ. നിന്നോട് ഇവിടെ അഭിപ്രായം ചോദിച്ചോ? ഇവിടെ ആരെങ്കിലും നിന്നോട് ഇവിടെ അഭിപ്രായം ചോദിച്ചോ? തരി ഉണ്ടാക്കി വെച്ചിട്ട്. അതുകൊണ്ടാ പറഞ്ഞത്, നമ്മളായിട്ട് അതിനെ ഉപേക്ഷിക്കരുത്. ഒന്നുമില്ലെങ്കിൽ അതൊരു ജീവനല്ലേ, നമ്മൾ അതിനെ എടുത്ത് വെച്ച് വളർത്ത്. ഒന്നുമില്ലെങ്കിലും സ്നേഹവും ആഹാരവും കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും നന്ദിയുള്ള സാധനം വേറെ ഇല്ല. നായയോണ്ട് പറയുന്നതല്ല, മനുഷ്യനെ കാട്ടി സ്നേഹമുള്ള സാധനമാണ് ഈ നായ. അതുകൊണ്ട് പറയുക, എൻ്റെ സുഹാസിനി, ഇതിനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്ത്. 17 പിള്ളേരും പപ്പിയും സുഹാസിനിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. അപ്പൊ ചിഞ്ചു എവിടെ പോണ്? ഈ തെറ്റിൽ ഞാനും ഒരു കുറ്റക്കാരനല്ലേ. അതുകൊണ്ട് ഇനിയുള്ള കാലം ഞാൻ ആ വീട്ടിലോട്ടില്ല. അയ്യോ വേണ്ട, ഇല്ല. എനിക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അതിനിങ്ങനെ സംഭവിച്ചപ്പോ ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞതല്ലേ ചിഞ്ചു വീട്ടിലേക്ക് പോ. ഇല്ല, ഞാനില്ല. ചിഞ്ചു വീട്ടിലേക്ക് വാ. സോറി. ഇല്ല, ഇതെന്റെ പശ്ചാത്താപമായിട്ട് കരുതിയാൽ മതി. ഞാൻ വീട്ടിലോട്ടില്ല. അല്ല, വാ വീട്ടിലേക്ക് വാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ അവർക്ക് കുഴപ്പമില്ല, ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറുമാണ് എങ്കിൽ പിന്നെ ആ പപ്പിയുമായിട്ട് നിങ്ങൾക്ക് അങ്ങ് പൊക്കൂടെ? വേണ്ട ഡോക്ടറെ, ഞാൻ പോകുന്നില്ല. എനിക്ക് എന്റെ മനസാക്ഷിക്ക് നടക്കാത്ത കാര്യം, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇതെന്തൊരു ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കുഴപ്പമില്ല, നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ല, പിന്നെ നിനക്ക് പോയാലെന്താ? വേണ്ട ഡോക്ടറെ, ഞാൻ അങ്ങ് പൊക്കോളാം. ഞാൻ വേറെ ഏതെങ്കിലും വഴിക്ക് പൊക്കോളാം. എന്റെ പെങ്കൊച്ചി ഇവൻ എന്തായി പറയുന്നത്? നിനക്ക് കൊണ്ടുപോകാൻ കുഴപ്പമുണ്ടോ? നിങ്ങൾ വാ. നിനക്കെത്ര പോയാലെന്താ? നീ എന്താ അറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ഈ ഒരു പപ്പി ആ വീട്ടിൽ കിടന്ന് നോക്കിയ പാടി എനിക്കറിയാം. ഇതിനെ കുളിപ്പിക്കണം, പല്ലിയേപ്പിക്കണം, ആഹാരം കൊടുക്കണം, എന്തെല്ലാം ജോലി ഞാൻ ചെയ്യണമെന്ന് അറിയാമോ? അതിന്റെ കൂടെ 17 നാടൻ പട്ടിയും കൂടെ വരാൻ പോകുന്നു. പണിയെടുത്ത് എന്നെ നാടുപടിയും. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കണോ, എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോണോ? നീ പറഞ്ഞത് ചിലപ്പോ ഒരു കറക്റ്റ് കാര്യമായി. എന്നാ അതങ്ങനെ പറഞ്ഞാ പോരെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഒരു പട്ടിയല്ലേ നീ നോക്കട്ടെ, നീ 17 പട്ടിയെ നോക്കണം. എനിക്ക് അറിഞ്ഞൂടെ.